ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ഇരട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടി ബസ് സ്റ്റാൻഡിൽ വെച്ച് ബസ് ജീവനക്കാർക്ക് കത്തുകൾ നൽകി. ഇരട്ടി മട്ടന്നൂർ, കണ്ണൂർ, തലശ്ശേരി റൂട്ടുകളിൽ അനിയന്ത്രിത വേഗത കാരണം പല അപകടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസിന്റെ അമിത വേഗത കാരണം ജീവൻ പൊലിഞ്ഞു പോകുന്ന അപകടങ്ങളും ഈ റൂട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അശ്രദ്ധയും അമിത വേഗതയുമുള്ള ബസ് ഡ്രൈവിംഗ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കത്ത് നൽകിയത്. ഡിവൈഎഫ്ഐ ഇരട്ടി ബ്ലോക്ക് സെക്രട്ടറി പി വി ബിനോയ്, പ്രസിഡന്റ് കെ കെ സനീഷ്, ജോയിന്റ് സെക്രട്ടറി എം നിഖിലേഷ്, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ കെ സലീഷ്, കെ അഭിഷ, അശ്വിനികുമാർ, ലതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരിട്ടി, കണ്ണൂർ, തലശ്ശേരി, മട്ടന്നൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി എല്ലാ ബസ് ജീവനക്കാർക്കും കത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അതിദാരുണമായിട്ടുള്ള സംഭവം ഈ ഇരിട്ടി മട്ടന്നൂർ റൂട്ടിലെ കൂരമുക്കിൽ വെച്ച് സംഭവം ഉണ്ടായിട്ടുള്ളത്. പരിശോധിക്കുമ്പോൾ ബസിന്റെ അമിത വേഗത കാരണമാണ് ഒരു അച്ഛനും ഒരു മകനും നമുക്ക് നഷ്ടമായിട്ടുള്ളത്. തീരാവേദനയോടെ കൂടിയാണ് ആ മരണത്തെ നാം നോക്കി കണ്ടിട്ടുള്ളത്. തീർച്ചയായും പൊതുജനങ്ങളുടെയും യാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും മറ്റു വാഹന യാത്ര ചെയ്യുന്നവരുടെ എല്ലാം ജീവൻ വിലപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായതും അമിതമായിട്ടുള്ള വേഗതയിൽ ബസ്സുകൾ ഓടുന്നു എന്ന പരാതി നിരവധിയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പല അപകടങ്ങളും അടിക്കടിയായി ഈ റൂട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കർശനമായും ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ഇടപെടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അമിത വേഗത്തിലോടുന്ന ബസ് കർശനമായും നിയമവിധേയമാക്കിക്കൊണ്ട് ശക്തമായ നടപടിയെടുക്കാൻ വേണ്ടി പറ്റണം. മത്സരയോട്ടം പരമാവധി കുറച്ചു കൊണ്ടുവന്നുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഇടപെടലും ആ സംവിധാനം കണ്ണു തുറന്ന് ഇടപെട്ടാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടി പറ്റും. മാത്രമല്ല ബസ് ഡ്രൈവർമാരും തോന്നിയതുപോലെ അനിയന്ത്രിതമായി ഒരു ഗൗരവമില്ലാതെ ബസ് ഓടിക്കുന്നത് കൊണ്ടാണ് പല അപകടങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളെ ഒരു മൈൻഡും ചെയ്യാതെ അവർക്ക് എന്ത് അപകടം സംഭവിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട്. അവർക്കുൾപ്പെടെ താക്കീത് ചെയ്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. നമ്മളെല്ലാവരും നമുക്ക് സഹായം ആവശ്യമാണ്. ബസ് ജീവനക്കാരും നാട്ടുകാരും എല്ലാവരും ഈ നാടിന് വേണ്ടവർ തന്നെയാണ്. പക്ഷെ എല്ലാവരുടെയും ജീവൻ പ്രധാനപ്പെട്ടതാണ്. ആ ജീവൻ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം എല്ലാവരും നിറവേറ്റാൻ വേണ്ടി പറ്റണം. അതിൽ ബസ് ജീവനക്കാരുടെ, ഡ്രൈവർമാരുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ബ്ലോക്ക് കമ്മിറ്റി ഈ കടുത്ത കാലാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇരട്ടി ബസ് സ്റ്റാൻഡിലെ കണ്ണൂർ, തലശ്ശേരി, മട്ടന്നൂർ റൂട്ടിലോടുന്ന എല്ലാ ബസ് ജീവനക്കാർക്കും ഈ കത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവിഷൻ ന്യൂസ്, ഇരട്ടി.